എനിക്കറിയാവുന്ന നീ അറിഞ്ഞ ഞാൻ പിന്നെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്നൊരു വെറൈറ്റി ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ചലഞ്ചിന്റെ പേര് ഹാൻഡ് ബാഗ് ചലഞ്ച്. അപ്പം ഇതെന്ന് പറയുന്നത് രണ്ടുപേരും അപ്പുറം ഇപ്പുറോട്ട് ഒരാൾ വെച്ച് അപ്പുറം ഇപ്പുറം ഇരിക്കും. ഒരാള് പോയി വാ പൊത്തിപ്പിടിച്ച് ഒരു പാട്ട്. ഇത് സാധാരണ ഇത് ടീമായിട്ടാ കളിക്കുക. നമ്മൾ 3 പേരുള്ളതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാം. അപ്പം വാ പൊത്തി പിടിച്ചിട്ട് മൂടാനൊന്നും പറ്റില്ല. അപ്പൊ വാ തുറന്ന് വേണം പാടാന്. അപ്പം ഒരാള് പോയി വാ പൊത്തി പിടിക്കും. അപ്പൊ എതിരെ ഇരിക്കുന്ന ആള് ഈ പാട്ട് പറഞ്ഞു കൊടുക്കുന്ന പാട്ട് ഏതാ എന്ന് എതിരെ ഇരിക്കുന്ന ആള് പാടണം. ഇരുന്ന് പറയാതി പാടണം. അപ്പം ആ ആൾക്ക് ഒരു പോയിന്റ് കിട്ടും. ഇപ്പൊ 4 പേരാണ് കളിക്കേണ്ടത്. അപ്പൊ നമ്മൾ 3 പേരെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഓരോരുത്തർ വെച്ച് കളിക്കുകയാണ്. അതന്നെ അവള് പറഞ്ഞത്. അപ്പോഴത്തേക്കും പിന്നെ ഗൈസ് നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഒന്നും വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ സെറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഇവർ രണ്ടുപേരായിരിക്കും ഇരിക്കുന്നത്. ഇവർക്ക് ഞാൻ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇവളത് ഇവർക്ക് പാടി കേൾപ്പിക്കും. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇവക്ക് ഫസ്റ്റ് പോയിന്റ്, ഇവള് കറക്റ്റ് ഒരു പോയിന്റ് കറക്റ്റ് ചെയ്ത് പറഞ്ഞ് ഇനി അടുത്ത നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഇതിനകത്ത് ആരാ? ഞാൻ ഇരിക്കും. നീ പാട്ട് ഗെസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. പാടേ മൂളല്ലേ? പാട്. വാതിലില്ല അപ്പം ഓക്കെ വാ പൊത്തിട്ടടി. ഓക്കെ മാറ്റാൻ തോന്നിയേക്കാം. ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം ഇതിൽ വായിക്കുമ്പോൾ ഇച്ചിരി പാടുപെട്ടെങ്കിലും ഞാൻ കൊണ്ടുപോയി. അപ്പൊ അവിടെ സ്വിച്ച് ചെയ്തിട്ടുണ്ടോ? കവിത എനിക്കറിയാവുന്ന അതൊന്നും പറയാൻ പറ്റില്ല. പാട്ട് നല്ലോളാം. നീ കവിതകളാ സിമ്പിൾ ആയി പോന്നോന്നൊരു സംശയം. ഇതില് ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ എനിക്ക് അവൾ ജയിച്ചിരിക്കുന്നു. അവൾക്ക് ഒരു പോയിന്റ്.
ഇപ്പൊ നമുക്ക് 2 പോയിന്റ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ്. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പോ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഗെസ്റ്റ് ചെയ്യും. ഓക്കെ, തുടങ്ങാം. പറഞ്ഞു. ഇറക്കി കിടന്നു നമുക്ക് പിടിച്ച് പറ്റില്ല. കണ്ണോട് കണ്ണിൽ കണ്ണിൽ ചെയ്യാവേ. ഓക്കെ, അപ്പൊ അവള് ആദ്യം ഒരു പാളിച്ച് വന്നെങ്കിലും ജയിച്ചിരിക്കുന്നു. ഞങ്ങളെ കേൾക്കാറില്ല ഈ പാട്ടൊന്നും. ഇതൊക്കെ എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് വന്നപ്പോ കുറച്ച് ഒരു ഇതായി എന്റർടൈനായിട്ട് തോന്നുന്നുണ്ട് അല്ലേ ഗൈസ്? ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കൊച്ചിനെ മാത്രമാണ്, അതല്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടാ. ഞങ്ങള് തിളങ്ങുന്നല്ലേ ഉള്ളത്. അപ്പം ലാസ്റ്റ് റൗണ്ടിലാണ് പോകുന്നത്. അപ്പൊ ലാസ്റ്റ് റൗണ്ടില് ഫർസാന ആയിരിക്കും സീറ്റ് ഇരിക്കും. ഞാൻ അവൾക്ക് പാട്ട് പറഞ്ഞു കൊടുക്കും, അവള് നമുക്ക് പാട്ട് പറഞ്ഞു കൊടുക്കും, നമ്മള് ഗെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ പാട്ട് പറയാം. നെഞ്ചോട് ചേർത്ത് നീ ഉറങ്ങുന്നുണ്ടായിരുന്നു. മൂടാനല്ല, പാട്ട് പാടണം, വാ തുറന്ന് പാടണം. നീ സൗണ്ട് ഉറക്കുന്നുണ്ട്. നീ പാട്ട് പാടി പറഞ്ഞു, വാ തുറന്ന് ചുണ്ടടക്ക്. റൗണ്ട് പോയേ. ഒരു നാളിനി അവൾ സ്പെയിൻ ആയിരിക്കുന്നു ഗൈസ്, നമുക്ക് മാർക്ക് കയറിയിരിക്കും. അപ്പം എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് കുറെ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഫണ്ണി വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് പറയുക. അതേപോലെ പുതിയ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ഇടുക. എന്തെങ്കിലും നല്ല വെറൈറ്റി കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. കമന്റ് പറയാ. നമ്മളത് ഇൻകം ടാക്സിൽ ഇതുപോലെ അതൊരു ഫണ്ണി വീഡിയോ ആണിത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി മുതൽ തിങ്കൾ വരെ വെള്ളിയാഴ്ച വരെ ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും